Hello designers, welcome back to uxuimania. യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിലും യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിലും കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അർഹിച്ച 2 ടൂളുകളായിരുന്നു അഡോബ് XDയും അതുപോലെ തന്നെ ഫിഗ്മ എന്ന് പറയുന്നത്. അതിൽ അഡോബ് XD എന്ന് പറയുന്നത് അഡോബിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ സജീവമായിട്ട് നമുക്കറിയാം. പക്ഷേ ഫിഗ്മ എന്ന് പറയുന്നത് ഓൾ ഓവർ ദ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ UI ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടും UXൻ്റെ ഡിസൈനിങ്ങിനും മറ്റും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. പക്ഷേ ഫിഗ്മ എന്ന് പറയുന്ന ടൂൾ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ ആൾക്കാർ വലിയതായിട്ട് ഡിസൈനേഴ്സ് ഒന്നും തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവെയറായി തുടങ്ങിയിട്ടില്ല, കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. വളരെ തുച്ഛമായിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ഫിഗ്മയെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പുതുതായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കും പുതിയ പുതിയ ടെക്നോളജികളും പുതിയ പുതിയ ടൂൾസുകളും പുതിയ പുതിയ ഡിസൈൻ ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അഡോബ് XDയുടെ കുറേ ട്യൂട്ടോറിയൽസുകൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമുക്ക് അഡോബ് XDയുടെ ഇവിടെ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ അഡോബ് XD എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ അഡോബ് XDയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ട്യൂട്ടോറിയലുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ഡിസൈനേഴ്സും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഡിസൈൻ ടൂളാണ് ഫിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗ്മ എന്ന് പറയുന്നത് ഓൾറെഡി അറിയാവുന്നവർക്കും അഥവാ അറിഞ്ഞുകൂടാത്ത ആ ഒരു പേര് പോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഡിസൈനേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഫിഗ്മ എന്ന് പറയുന്ന ടൂൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാതെ ഒരുപാട് പേരുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫിഗ്മയെക്കുറിച്ച് നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫിഗ്മയുമായി ബന്ധപ്പെട്ടുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ചാപ്റ്റർ ബൈ ചാപ്റ്ററുകളായിട്ട് പ്രതീക്ഷിക്കാം. ഫിഗ്മ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഡിസൈനിങ് ഇൻഡസ്ട്രിയിലുള്ള എസ്പെഷ്യലി യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിലുള്ള എല്ലാവരും മാക്സിമം എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ടൂളാണ്. അഡോബ് XDയും ഫിഗ്മയും രണ്ടും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കമ്പനിയിലും നിങ്ങൾക്ക് ഒരു ഡിസൈനർ വേക്കൻസിയിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കാര്യം ഈ 2 ടൂളുകളുമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള UI ഡിസൈൻ ടൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗ്മയെക്കുറിച്ച് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് 1 by 1 ആയിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഫിഗ്മയെക്കുറിച്ചും UIയെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഗ്രാഫിക് ഡിസൈനിങ്ങിലുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങൾ കാണുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് XD എന്ന് പറയുന്നതും ഫിഗ്മ എന്ന് പറയുന്നതും ഒക്കെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടൂളുകളാണ്. നമ്മുടെ ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളായ ഫോട്ടോഷോപ്പ്, അഡോബ്, ഇലിസ്ട്രേറ്റർ തുടങ്ങിയുള്ള സോഫ്റ്റ്വെയറുകൾ കൈകാര്യം ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സിന് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ടൂളുകളാണ്. പക്ഷേ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണഗതിയിലുള്ള ഒരു ഗ്രാഫിക്സ് വർക്കിനോടൊപ്പം തന്നെ വളരെ ടോപ്പായിട്ടുള്ള ഒരുപാട് ഡിജിറ്റൽ പ്രോഡക്റ്റുകളിലും ഒരു ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലെയും ഭാഗമായി മാറാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓരോ ടൂളുകളും ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഓരോ ടൂളുകളും 1 by 1 ആയിട്ട് വളരെ സ്ലോയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അത് നിങ്ങളുടെ കരിയറിനെ വളരെയേറെ മാറ്റിമറിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഫിഗ്മയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിഗ്മ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് ഓവർവ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ ഫിഗ്മ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വർക്ക്സ് ഓൺ എനി പ്ലാറ്റ്ഫോം. നിങ്ങൾ മാക്കിൽ വയ്ക്കുമോ, വിൻഡോസിൽ വയ്ക്കുമോ, അല്ലെങ്കിൽ എവിടെ പോയിരുന്നാലും അതൊരു വെബ് ബേസ്ഡ് ആപ്പായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല സൂപ്പർബായിട്ടുള്ള ഒരു ടൂളാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു അഡ്വാൻറ്റേജ്. അതിൻ്റെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു ടീം കൊളാബറേഷൻ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരേ ഡിസൈൻ നിങ്ങൾക്ക് ഒരേ ടൈമിൽ ഒരുപാട് ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടീം കൊളാബറേഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അമേസിംഗ് ആയിട്ടുള്ള കുറേ പ്ലഗിൻസ് ആണ്. നമുക്ക് ഡിസൈൻ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്തു തരാൻ കഴിവുള്ള ഒരുപാട് പ്ലഗിൻസുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കമ്പണൻസ് നമ്മൾ ഓൾറെഡി അഡോബ് XDയിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ആ ഒരു ഫെസിലിറ്റിയും ഇതിനകത്ത് എടുത്തു പറയാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന ടൈമിൽ വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടോടൈപ്പുകൾ നമുക്ക് ചെയ്യാൻ അഡോബ് XDയിലുള്ളതിലെ പോലെ തന്നെ അതിനേക്കാൾ കുറച്ച് മെച്ചമെന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള കുറേ ഇൻറ്ററാക്റ്റീവ് പ്രോട്ടോടൈപ്പ് ഇതിനകത്ത് അവൈലബിൾ ആണ്.
അതുപോലെ തന്നെയാണ് ഇത് ഫ്രീ ഫോർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ ഫിഗ്മ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അത് എടുത്തു പറയാവുന്ന ഫിഗ്മയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ വയർലെസ് മൊബൈൽ പ്രിവ്യൂ, നമുക്ക് XDയിലൊക്കെ തന്നെ നമുക്ക് ഒരു മൊബൈൽ എടുത്ത് അതിലേക്ക് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അതിനകത്ത് പ്രിവ്യൂ നോക്കുന്നത്. പക്ഷേ ഇവിടെ വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് മൊബൈലിലൂടെ നമ്മൾ ചെയ്യുന്ന ഡിസൈനുകളുടെ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഷെയറിംഗ് ഒക്കെ നമ്മൾ XDയിൽ ഡിസ്കസ് ചെയ്തതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ലൈവായിട്ട് നമുക്ക് CSS ലഭിക്കും. ഈ CSS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, HTML CSS നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിസൈൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചില പ്രത്യേകിച്ചും പ്രിന്റിംഗ് മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തൊരു വേർഡായിരിക്കാം HTML CSS എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഒരു ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് ആൻഡ് കോഡിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് പിന്നീട് കുറച്ച് വീഡിയോകൾ നമ്മൾ പിന്നീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിവേ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ അത് നമ്മൾ HTML ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്തുള്ള CSS ഒക്കെ ലൈവായിട്ട് ഇതിൽ കാണാൻ പറ്റും എന്നുള്ളത് വളരെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതകളാണ് ഫിഗ്മയുടെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെ വളരെ എടുത്തു പറയാവുന്ന കുറച്ച് പോയിന്റുകളാണ്. ഫിഗ്മയുടെ കുറേ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഫിഗ്മയിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ജമ്പ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് figma.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, figma.com ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ടൂളുകളെ കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസുകളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ പെട്ടെന്ന് നമ്മൾ ഡിസൈൻസുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പെട്ടെന്ന് നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്ത് കാണിക്കുന്നത്, എങ്ങനെയാണ് ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തേക്ക് പോകുന്നത്, അഥവാ എങ്ങനെയാണ് നമുക്കൊരു ക്ലയൻറ്റിന് പെട്ടെന്ന് ഒരു ഫീഡ്ബാക്ക് അതിനകത്തൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, തുടങ്ങി കുറേ നമ്മളുടെ സാധാരണഗതിയിൽ നമ്മുടെ ഒരു IT കമ്പനിയിൽ നമ്മളൊരു ഡിസൈനേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതായി ഒരു വീഡിയോയിലൂടെ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ലിങ്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാത്തവരും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുമായ ആൾക്കാരാണ്. അപ്പോൾ അത്തരക്കാർക്കും ഇത്തരമുള്ള ഒരു മാറ്റം, അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ട് ഇതുപോലെ കാര്യങ്ങൾ നമുക്കൊരു ഡിജിറ്റൽ മേഖലയിലേക്കുള്ള ഒരു മാറ്റമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വെബ്സൈറ്റിനും മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഗ്മ കൂടുതലായിട്ട് ഫിഗ്മയിൽ Adobe XD ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, എനിവേ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈനറുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഇതിൽ സ്ക്രോൾ ചെയ്ത് കാണാം. എനിവേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റിലായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ഓക്കെ, ഈ ഡൗൺലോഡ് ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സെറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ഒന്നേന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്ത് ഈ ഫിഗ്മയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിനകത്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് അത് ലോഗിൻ ചെയ്ത് നിങ്ങൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ടോപ്പിലുണ്ട്. എങ്കിലും നമുക്ക് ബേസിക്കലി കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽ ആണ്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 പ്രൈസിങ് ഡീറ്റെയിൽസ് ആയിട്ട് അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഫ്രീയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഡ്രാഫ്റ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 3 ടീം ഫയൽസുകൾ മാത്രമേ പറ്റൂ. നമുക്ക് 3 ടീം അടങ്ങുന്ന ഒരു ഫയൽസ്, അതുപോലെ തന്നെ കുറച്ച് പ്രോജക്റ്റുകൾക്ക് 1 പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 30 days വെർഷൻ ഹിസ്റ്ററിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് തുടക്കത്തിൽ. അത് ഫ്രീ ആകുമ്പോൾ ഒബ്വിയസ്ലി അറിയാമല്ലോ, ഏതൊരു സോഫ്റ്റ്വെയർ ആയിരുന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടും ഓർഗനൈസേഷൻ ലെവലിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാർക്ക് ഒരു പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഫ്രീ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഡിസൈൻ ചെയ്ത് തുടങ്ങിക്കൊള്ളുക. മറ്റ് നിങ്ങളൊരു ഓർഗനൈസേഷനിലൊക്കെ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പെയ്ഡ് ആയിട്ടുള്ള വെർഷൻസിലായിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ മെഷീനിൽ ഫിഗ്മ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് വെർഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ ബ്രൗസറിലും കാണും. ബ്രൗസറിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഒരു ഡെസ്ക്ടോപ്പ് വെർഷനാണ്. അപ്പോൾ ആ ഡെസ്ക്ടോപ്പ് വെർഷൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടും വളരെ ക്ലീൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗ്മ ബേസിക് എന്നൊക്കെ പറഞ്ഞ് ടോപ്പിൽ കുറച്ച് ടാബൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സാമ്പിൾസ് ഒക്കെ ആദ്യമേ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ചുമ്മാ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റിലെ
ചെയ്യേണ്ടത്. കാര്യം ഇതിനകത്ത് എങ്ങനെയാണ് അവർ ഫയലുകളൊക്കെ ചുമ്മാ ഇട്ടിരിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്, കുറച്ച് ബേസിക് കാര്യങ്ങൾ വെറുതെ ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഏതൊരു സോഫ്റ്റ്വെയർ കിട്ടിയാലും അവരുടെ കുറച്ച് ടിപ്സുകൾ ആദ്യമേ അവർ തരും. നമുക്ക് ആദ്യമേ തന്നെ അവരുടെ സോഫ്റ്റ്വെയറിനകത്ത് കുറച്ച് ഹെൽപ്പുകൾ കാണും, കുറച്ച് ഇൻട്രൊഡക്ഷൻ വീഡിയോകൾ കാണും. ഇതൊക്കെ ചുമ്മാ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബേസ്മെന്റ് ആദ്യം കിട്ടും എന്നുള്ളതാണ് വളരെ ഒരു ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇതെന്നല്ല, ഏതൊരു പുതിയൊരു ആപ്ലിക്കേഷൻ, പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കുമ്പോഴായിരുന്നല്ലോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ന്യൂ ടീം എന്ന് പറഞ്ഞ ലെഫ്റ്റിലൊരു പോയിന്റ് ഉണ്ട്. അവിടെ വന്ന് നിങ്ങൾക്കൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ uxuimania എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടാക്കണമെങ്കിൽ ആ ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കുറേ ആൾക്കാരുടെ മെയിൽ ID വെച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ തന്നെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പോകും. നമുക്ക് അപ്പോൾ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ആ പോയ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ലോഗിൻ ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള വളരെ ടീമായിട്ട് കൊളാബറേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു രീതി. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിലായിട്ട് നിങ്ങളുടെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗോസുകളും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ, നേരത്തെ പറഞ്ഞതുപോലുള്ള പ്ലാൻ അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ ഫീച്ചേഴ്സുകൾ അതിനകത്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സെർച്ച് ചെയ്തെടുക്കാം നിങ്ങൾ ചെയ്ത ഫയലുകളൊക്കെ തന്നെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റിൽ കാണുന്ന അതേ ഒരു ഫീലിങ്ങോട് കൂടി അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ റൈറ്റിൽ ലോഗൗട്ട് ചെയ്ത് ഇതിൽ നിന്ന് ലോഗൗട്ട് ചെയ്ത് പുറത്തും പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ അതേ ഒരു ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ ഒരു ഫീലിങ്ങോടുകൂടി തന്നെയാണ് അവരും ഈ ഒരു ഇൻ്റർഫേസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിവേ, നമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പുതിയ ടീമിനുണ്ടാക്കണമെങ്കിൽ ടീമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഫയൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഫയൽ ഉണ്ടാക്കാം. അങ്ങനെ ഫസ്റ്റ് പേജിൽ വന്നതിന് ശേഷം റൈറ്റ് ടോപ്പിലായിട്ട് ന്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ആ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സോഫ്റ്റ്വെയറിലൊക്കെ ചോദിക്കുന്ന പോലുള്ള സൈസ് ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഒരുപാട് സൈസുകൾ തന്നിട്ടുണ്ട്, ഐഫോണിൻ്റെയും മറ്റുമൊക്കെ. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിൻ്റെ കുറേ വെർഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. മാക്ബുക്കിൻ്റെത്, മാക്ബുക്ക് പ്രോയുടെയൊക്കെ സൈസുകൾ തന്നിട്ടുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ഫയൽ എടുക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്നൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇവിടെ കുറേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ പ്രിവ്യൂസുകളും കാര്യങ്ങളൊക്കെ താഴെ തന്നിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ആദ്യമേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് പ്രിവ്യൂ നേരത്തെ പറഞ്ഞ പോലെ കണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, എനിവേ ഞാൻ ഇവിടെ വന്നു. നമ്മളൊരു ഫയൽ, ഒരു ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നൊരു വെർഷനിൽ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ അഡോബ് XDയിലൊക്കെ ചെയ്യുന്ന സ്ഥിരം പരിപാടി തന്നെയാണ്. അപ്പോൾ പേജ് നമ്മൾ നേരത്തെ അഡോബ് XDയിൽ ആർട്ട് ബോർഡ് എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഈ എടുക്കുന്നതിന് ആർട്ട് ബോർഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഫ്രെയിം എന്നാണ് സാധാരണ യൂസ് ചെയ്ത് വരുന്നത്. അങ്ങനെ ചില ടെക്നിക്കലായിട്ടുള്ള ചില വേർഡ്സുകളൊക്കെ ചില ചേഞ്ചസുകൾ വരുന്നുണ്ട്. എനിവേ, നമ്മൾ അഡോബ് XDയിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ടൂൾസുകളും മറ്റു കാര്യങ്ങളുടെ ഒക്കെ അറേഞ്ച്മെന്റ്. അത് ഏത് സോഫ്റ്റ്വെയറുകൾ എടുത്താലും, പ്രത്യേകിച്ചും ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ ഏതെടുത്താലും ഏകദേശം അതിന്റെ ഇന്റർഫേസ് ഒക്കെ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അഡോബ് XD ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻ, അതിന് പറ്റിയ അതേപോലെ തന്നെയുള്ള ഓരോ ഫ്രെയിമുകൾ നമുക്ക് ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആണ് അതിന്റെ ഷോർട്ട് കട്ട്. അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഫ്രെയിമിന്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ തന്നെ റൈറ്റ് സൈഡിൽ അഡോബ് XDക്ക് കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതെല്ലാം നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ സോഫ്റ്റ്വെയറിനെ പോലെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ലെയറുകളെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ കുറേ കാര്യങ്ങൾ, ഷേപ്പുകളും മറ്റുമൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഫോട്ടോഷോപ്പ് പോലുള്ള ഒരു പെൻ ടൂൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് എടുത്തു പറയാവുന്ന വളരെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പെൻ ടൂളാണ്. പിന്നെ ടെക്സ്റ്റ് ടൂളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ കണ്ടിട്ടുള്ളതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇനി ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റിലായിട്ട് കാണാം പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട്. അഡോബ് XDയിൽ എനിക്ക് തോന്നുന്നത് ടോപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് പ്രോട്ടോടൈപ്പ് ഇരിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം നമ്മൾ ഫയലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യിപ്പിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് CSS കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഇവിടെ നിന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ജസ്റ്റ് റൈറ്റിലോട്ട് വന്നിട്ട് ഇൻസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, അതിൻ്റെ ഫോണ്ട് ഏതാണ്, അതിൻ്റെ സ്റ്റൈൽ ഏതാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവിടെ റൈറ്റിലായിട്ട് CSS നിങ്ങൾക്ക് തരും. ഈ CSS കോഡ് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് HTML ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് CSS കോപ്പി ചെയ്ത് HTML ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അത് എടുത്തു പറയത്തക്ക വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജുമാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളൊരു ഡിസൈൻ ചെയ്തതിന് ശേഷം റൈറ്റ് ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ
നമ്മൾ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ ഒക്കെ തന്നെ നമ്മൾ നേരത്തെ അഡോബ് എക്സ്ഡിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഓരോരോ ഡിസൈൻസുകൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ട് പ്രിവ്യൂ കാണാനും ഒക്കെ ഉള്ള ഫെസിലിറ്റികൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം തന്നെ ഫിഗ്മയെ ഒരു ഡിസൈൻ ടൂൾ എന്ന നിലയിൽ വളരെയേറെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു ടൂളിനെ കുറിച്ച് ആദ്യം ബേസ്മെന്റ് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസ്മെന്റ് കിട്ടും. ഇതിനകത്ത് നിന്ന് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റിലായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തരുന്നുണ്ട്. ഒരു ഡിസൈനർ എന്ന നിലയിൽ നമുക്ക് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഫഷണലായിട്ട് തരുന്നുണ്ട്. വളരെ ടോപ്പായിട്ട് ലോകത്തിൽ എവിടെയും ഇപ്പോൾ ഫിഗ്മ എന്ന് പറയുന്നത് UI ഡിസൈനിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളായി മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പോൾ മുതൽ ഫിഗ്മ ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാനുള്ള പ്രിപ്പറേഷൻസുകൾ ഓരോന്നും എടുത്തു തുടങ്ങിക്കൊള്ളുക. അത് സ്റ്റാർട്ട് ചെയ്തോളുക. അത് നിങ്ങളുടെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന നല്ല ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫിഗ്മ ട്യൂട്ടോറിയലുകളായിട്ടും നമുക്ക് ഇനി വീണ്ടും കാണാം. മറ്റുള്ള അഡോബ് എക്സ്ഡിയുടെ ട്യൂട്ടോറിയലുകളും മറ്റ് ഡിസൈൻ സംബന്ധിയുമായിട്ടുള്ള ട്യൂട്ടോറിയലും വീഡിയോകളും ഒക്കെ തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു തുടക്കമാകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ഗൈസ്.